ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വിവോയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. വിവോ T4 അൾട്ര. മുൻപ് T3 അൾട്ര എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ സക്സസർ ആയിട്ടാണ് വിവോ T4 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 38,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ 1.5K ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വിവോ T3യിലാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ 15 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ഓവറോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാ സ്പെസിഫിക്കേഷൻസും പറയുന്നില്ല, ഞാൻ സൈഡിലെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ 3 സ്റ്റോറേജ് വേരിയൻസ് വരുന്നുണ്ട്. 8GB 256GB, ബേസ് വേരിയന്റ് 8GB 256GB ആണ്, 128GB അല്ല. അതുപോലെ 12GB 256GB, അതുപോലെ 12GB 512GB എന്ന 3 വേരിയൻസ് ആണ് വരുന്നത്. പിന്നെ LPDDR5 റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ T3 അൾട്രയിൽ സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ആയിട്ട് 120GB ആണ് കൊടുത്തിരുന്നത്. എന്നാൽ T4 അൾട്രയിലേക്ക് വരുമ്പോൾ ബേസ് വേരിയന്റ് 256GB കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഹെഡ്ഫോൺ ജാക്കില്ല. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. സ്വാഭാവികം, സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിലൊന്നും 3.5mm ഓഡിയോ ജാക്കും SD കാർഡ് സ്ലോട്ടും കൊടുക്കാറില്ല. ഈ ഫോണിലും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോൺ വെർച്വൽ റാം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Android 15 ബേസ് ചെയ്തിട്ടുള്ള FunTouch OS സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊസസർ വരുന്നത് MediaTek Dimensity 9300 Plus എന്ന് പറയുന്ന പ്രൊസസറാണ്. ഈ സെയിം പ്രൊസസർ തന്നെയാണ് വിവോ T3 അൾട്ര എന്ന് പറയുന്ന ഫോണിലും കൊടുത്തിരുന്നത്. ഇപ്പൊ T4 അൾട്രയിലും സെയിം പ്രൊസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് ഒരു 40,000 കുഴപ്പമില്ല, നല്ല കിടിലം പെർഫോമൻസ് വരുന്ന പ്രൊസസറാണ്. എന്നാലും സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രൊസസർ കൊടുക്കാമായിരുന്നു. എന്നാൽ സെയിം പ്രൊസസർ തന്നെ T4 അൾട്രയിലും കൊടുത്തിട്ടുണ്ട്. പ്രൊസസർ കുഴപ്പമില്ല, നല്ല കിടിലം പ്രൊസസറാണ്. അണ്ടർ 40,000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്നത്. Dimensity 9300 Plus എന്ന് പറയുന്ന പ്രൊസസർ. പക്ഷേ ഈ ഒരു 40,000 പ്രൈസ് റേഞ്ചിൽ ഇവിടെ വേറൊരു ഫോണും കൂടി ഉണ്ട്. റിയൽമി GT7 എന്ന് പറയുന്ന ഫോൺ. അതിന്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺ വരുന്ന പ്രൊസസർ എന്ന് പറയുന്നത് MediaTek Dimensity 9400E എന്ന് പറയുന്ന പ്രൊസസറാണ്. ആ ഒരു പ്രൊസസറും ഈ MediaTek Dimensity 9300 Plus എന്ന് പറയുന്ന പ്രൊസസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് 9400E എന്ന് പറയുന്ന ഡിമെൻസിറ്റിയുടെ പ്രൊസസറാണ്. വലിയ വ്യത്യാസമില്ല പെർഫോമൻസ് വൈസ്, എന്നാലും ചെറിയ വ്യത്യാസം അതാണ്. പിന്നെ ആഡ്സ് ആൻഡ് ബ്ലോട്ട് വേസ് നോക്കുകയാണെങ്കിൽ റിയൽമിയിലും ആഡ്സ് ആൻഡ് ബ്ലോട്ട് വേസ് ഉണ്ട്, വിവോയിലും ആഡ്സ് ആൻഡ് ബ്ലോട്ട് വേസ് ഉണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്, അത് സോണിയുടെ സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ T3 അൾട്രയിലാണെങ്കിൽ പെരിസ്കോപ്പ് ലെൻസ് ഇല്ല. T4 അൾട്രയിലേക്ക് വന്നപ്പോൾ പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ട്സ് ആണ് കിട്ടുന്നത്. പെർഫോമൻസ് വൈസും പിന്നെ ക്യാമറ വൈസും നല്ല ഫോണാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അതാണ് രസം. കാര്യം ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5500 mAh ആണ്. ഇപ്പോൾ മിക്ക ഫോൺസും 6000, 7000, 7300 അങ്ങോട്ടൊക്കെ mAh ബാറ്ററിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എപ്പോഴും 5500 mAh ആണ് കൊടുത്തിരിക്കുന്നത്. വിവോ T3യിലും 5500 mAh ആണ് കൊടുത്തിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഒരു 6500 mAh ബാറ്ററി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ 7000. കുറഞ്ഞതൊരു 6000 mAh ബാറ്ററി എങ്കിലും കൊടുക്കായിരുന്നു. കാര്യം ഇപ്പൊ മിക്ക ഫോൺസിലും ഈ ബാറ്ററി റണ്ണിങ് ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 5500 mAhും 5000 mAh ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഒരു 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് കൊടുക്കായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല.
പിന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ T3 അൾട്ര നോക്കുകയാണെങ്കിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടായിട്ടാണ് വരുന്നത്. ബാറ്ററി വൈസ് അതൊരു ഡൗൺഗ്രേഡ് ആണ് ഈ 5500 mAh എന്ന് പറയുമ്പോൾ. ഇപ്പൊ നോർമൽ യൂസർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഗെയിമേഴ്സിനും അല്ലാതെ ഹെവി യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ 5500 mAh ഇപ്പോ അത് ബാറ്ററി ബാക്കപ്പ് കുറവാണ്, കിട്ടത്തില്ല, വൺ ഡേ കിട്ടത്തില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, അതായത് വിവോ T4 അൾട്ര എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് വരുന്നത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള 8GB 256GB പ്രൈസ് വരുന്നത് 37,999 ആണ്. അതുപോലെ 12GB 256GB പ്രൈസ് വരുന്നത് 39,999 ആണ്. അതുപോലെ 12GB 512GB എന്ന് പറയുന്ന വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 41,999 ആണ്. പ്രൈസ് വൈസ് കുഴപ്പമില്ല, നല്ല ഫോണാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വിവോ T4 അൾട്രയും വിവോ T3 അൾട്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സും ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇപ്പൊ T3 അൾട്രയിലാണെങ്കിൽ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 128GB ആണ്. എന്നാൽ T4 അൾട്രയിലേക്ക് വന്നപ്പോൾ 256GB ആണ്. പിന്നെ T3 അൾട്രയിലാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ, T4 അൾട്രയിലേക്ക് വന്നപ്പോൾ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ. ഇപ്പൊ T3 അൾട്രയിലാണെങ്കിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. എന്നാൽ T4 അൾട്രയിലേക്ക് വന്നപ്പോൾ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് T3 അൾട്രയിൽ കൊടുത്തിരുന്നത്. എന്നാൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് T4 അൾട്രയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്. T4 അൾട്രയുടെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് വരുന്നത്. ഞാൻ കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഒരു 40,000 പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കണോ സ്കിപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് വിവോയുടെ ഒരു ഫോൺ അണ്ടർ 40,000 വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യൂന്റെ IQ Neo 10 എന്ന് പറയുന്ന ഫോൺ ഉണ്ട്, ആ ഒരു ഫോൺ എടുക്കാം. അത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ ആണ് ആ ഒരു ഫോൺ. സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു ഡിവൈസ് വേണമെങ്കിൽ റിയൽമി GT7 ഉണ്ട്. അത് 40,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു ഫോണിൽ MediaTek Dimensity 9400E എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ഏതാന്ന് വെച്ചാൽ എടുക്കാം. അണ്ടർ 40,000 വിവോ T4 അൾട്ര നല്ല ഫോൺ തന്നെയാണ്. പക്ഷെ അതെടുക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഫോൺ ഓപ്ഷൻസ് നോക്കുന്നതാണ്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഫോൺസ് ഉണ്ട്, IQ Neo 10, റിയൽമി GT7. കാരണം T3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് T3 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഈ T4 അൾട്ര കൊണ്ടുവന്നിട്ടില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളൊരു വിവോ ഫോണാണ്, നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഫോൺ വേണം, കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ക്യാമറയും കൂടി വേണം എന്നുള്ളവർക്ക് വിവോ T4 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് എടുക്കാം. പിന്നെ വിവോ T4 അൾട്രയുടെ ലോഞ്ച് വരുന്നത് ജൂൺ 18-നാണ്. എന്റെ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എന്റെ വീഡിയോസ് കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചിട്ട് പോകാം. എന്റെ ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനി ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ വീഡിയോ കുറച്ചും കൂടി ബെറ്റർ ആകാൻ നോക്കാം. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.